രാഹുൽ ഈശ്വരൻ അദ്ദേഹത്തിന് പൂർണ്ണമായും ചർച്ചയുടെ ഭാഗമാകാൻ പറ്റില്ല. അതുകൊണ്ടാണ് ശ്രീ രാഹുൽ ഈശ്വർ, നമ്മൾ പലപ്പോഴായി ഇതിൽ കള്ളനാരെ എന്നത് കണ്ടെത്തേണ്ടതുണ്ട് എന്ന് പറയുമ്പോൾ പോലും ഇന്നാണ് മുഖ്യമന്ത്രി വളരെ കൃത്യമായി മാധ്യമങ്ങളോട് പറയുന്നത് ഇതിന് പിന്നിലൊരു ഗൂഢാലോചനയാണ്. ആ ഗൂഢാലോചന അതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേര് പറയുന്നുണ്ട്. അതിന് പിന്നിൽ പ്രവർത്തിച്ചവരൊക്കെ ഉടൻ പുറത്തു വരും എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ ഗൂഢാലോചന താങ്കളും അങ്ങനെ ഒരു ഗൂഢാലോചനയെ ശരിവെക്കുന്നുണ്ടോ? ഞാൻ പലപ്പോഴും ഈ ഗൂഢാലോചന എന്ന വാക്ക് പറയാറില്ല. കാര്യം ആ വാക്ക് എങ്ങനെ വേണമെങ്കിലും മിസ്യൂസ് ചെയ്യാനും അബ്യൂസ് ചെയ്യാനും പറ്റുന്ന ഒരു വാക്കാണ്. ഞാൻ സംഘപരിവാരകാരനല്ല, RSSകാരനല്ല. പക്ഷേ നമ്മുടെ സമൂഹത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ സംഘപരിവാർ അജണ്ട, RSS അജണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളെ കവറപ്പ് ചെയ്യാം. ഉദാഹരണം എനിക്ക് ഇവിടെ നിന്ന് പറയാം. ശ്രീ RV ബാബു ആണ് യഥാർത്ഥത്തിൽ ഡൊണാൾഡ് ട്രംപിന് നോബൽ സമ്മാനം കൊടുക്കാതിരിക്കാനുള്ള ഗൂഢാലോചന നടത്തിയത്. ഇതിന്റെ പിന്നിൽ ഒരു സംഘപരിവാർ അജണ്ട എന്ന് വേണമെങ്കിൽ പറയാം. അതിന് വലിയ അർത്ഥമൊന്നുമില്ല. അപ്പൊ RSSനെ വിമർശിക്കേണ്ട അവസരങ്ങളിൽ നമുക്ക് വിമർശിക്കുകയോ അല്ലെങ്കിൽ ഇപ്പൊ ബാബറിന്റെ കാര്യത്തിൽ ഞങ്ങൾ അടികൂടാറുള്ളതാണ്. പക്ഷേ ഇതിലെ സത്യം എന്താ? സിമ്പിൾ അല്ലേ കാര്യം? ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിലും അറിവും സമ്മതത്തോടും കൂടി അയ്യപ്പന്റെ സ്വർണം കട്ടു. ഇത്രയേ ഉള്ളൂ സംഭവം. ഇനി അതിനെ എങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വേണമെങ്കിലും പറയാം. അതായത് സംസ്കൃതത്തിൽ അപഹരണമെന്നും തെലുങ്കിൽ ഡോങ്കത്താനമെന്നും മലയാളത്തിൽ മോഷണമെന്നും ഇംഗ്ലീഷിൽ തെഫ്റ്റ് എന്നും പറയുന്ന ആ മോട്ടിക്കൽ ശബരിമലയിൽ നടന്നു. ആര് നടത്തി? ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ നടത്തി. മുഖ്യമന്ത്രി പറയുന്നു ദേവസ്വം ബോർഡ് ഈ സംഭവത്തിൽ പ്രതിസ്ഥാനത്തേക്ക് വരുന്നില്ല, അല്ലെങ്കിൽ ദേവസ്വം ബോർഡിലെ പ്രധാനപ്പെട്ടവരെ ആ രീതിയിൽ കാണേണ്ടതില്ല. ഇതുവരെയും കോടതിയുടെ ഭാഗത്ത് നിന്ന് പോലും അങ്ങനെ അല്ല. അത് കാണേണ്ടതുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ആരെയും പേരെടുത്ത് പറയല്ലോ കേട്ടോ. കാര്യം കാണേണ്ടതുണ്ടെന്ന് പറഞ്ഞാൽ CPM അംഗങ്ങളല്ലേ വരൂ. ഒരു ഇലക്ഷൻ വർഷത്തിൽ മുഖ്യമന്ത്രി പിന്നെ വേറെ എന്ത് പറയണം? ഞാനാണ് ശ്രീ പിണറായി വിജയന്റെ സ്ഥാനത്തുണ്ടെന്ന് പറഞ്ഞാലും ഞാനും അങ്ങനെ തന്നെയല്ലേ പറയൂ. കാര്യം അവരുടെ പാർട്ടിയിൽപ്പെട്ട മുതിർന്നതെന്ന് കരുതുന്ന ചില ആൾക്കാർ ഇതിലുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. എനിക്കറിയില്ല, ഞാൻ ആരുടെയും പേര് പറയുന്നില്ല. പക്ഷെ അങ്ങനെ ഉണ്ടെന്ന് കണ്ടാൽ CPMന് കലികാലം തീരുന്നത് വരെ മാച്ചാൽ അല്ലെങ്കിൽ എന്താ തേച്ചാലും മാച്ചാലും കഴിയാത്തൊരു പാപമല്ലേ ചെയ്യുന്നത്. കാര്യം അയ്യപ്പന്റെ സ്വത്ത് മോഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ അപ്പം തീർച്ചയായിട്ടും അവരതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള എല്ലാ വഴികളും ശ്രമിക്കും. അത് അവരുടെ ഉത്തരവാദിത്തമാണ്. പക്ഷെ പൊതുസമൂഹം എന്താ കാണേണ്ടത്? രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന്, അയ്യപ്പന്റെ സ്വർണം പോയി, ആർക്ക് സംശയമില്ലല്ലോ. 1.5 കിലോഗ്രാം സ്വർണം ദ്വാരപാലകളിൽ പളിച്ചിരുന്നു. അത് മാറ്റി 361 ഗ്രാം ആക്കി കുറച്ചു. അപ്പോൾ 1.5 കിലോ അല്ലെങ്കിൽ 1.25 കിലോ അവിടെ വെച്ച് തന്നെ കട്ടു. സംശയമില്ല. കട്ടള പാളികളിൽ നിന്നുള്ള സ്വർണം പതിച്ചത് മാറ്റിയിട്ട് പ്ലേറ്റിംഗ് വന്നു. സിമ്പിളായിട്ട് എന്താ സംഭവിച്ചത്? അങ്ങോട്ട് പോയപ്പം ഗോൾഡ് ക്ലാഡിംഗ്, ഇങ്ങോട്ട് വന്നപ്പം ഗോൾഡ് പ്ലേറ്റിംഗ്. ഇത് ഹൈക്കോടതി എടുത്തെഴുതുന്നുണ്ട്. പ്ലേറ്റിംഗ് ഇനി ഹൈക്കോടതി എടുത്തെഴുതുന്നുണ്ട്. കഴിഞ്ഞ വിധിയിൽ പാരാഗ്രാഫ് 17 പേജ് നമ്പർ 10 ഹൈക്കോടതി പറയുന്നുണ്ട് ഇത് മറിച്ച് വിറ്റിരിക്കാനാണ് ഗ്രേവ് ആൻഡ് ഡിസ്റ്റിങ് പോസിബിലിറ്റി. ഇനി അത് ദേവസ്വം ബോർഡ് അറിവില്ല നടക്കൂ. ദേവസ്വം ബോർഡ് ചോദിക്കൂലേ 39 ദിവസം ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയ സാധനം എവിടെയാണെന്ന്? ഇതിലെ രേഖയുണ്ടാക്കി സ്വർണം പതിച്ചത് എന്നത് ചെമ്പ് മാത്രമാക്കിയാൽ ഈ ദേവസ്വം ബോർഡിലെ ബാക്കി ആൾക്കാർക്ക് അറിയില്ലേ? അപ്പോ ബോധപൂർവമായി ഒരു ലൂട്ട് നടന്നിരിക്കുന്നു, കൊള്ള നടന്നിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയം വേണ്ട. അതിന്റെ വ്യാപ്തി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. CRV ബാബു അടക്കം സംസാരിക്കാനുണ്ട്. ഈ ചമ്പൽ കൊള്ളക്കാരുണ്ടല്ലോ, ഇന്ത്യയിലെ ഏറ്റവും വൃത്തികെട്ട ചമ്പൽ കൊള്ളക്കാർ പോലും അവരുടെ ഗ്രാമദേവതയുടെ ക്ഷേത്രത്തിൽ നിന്ന് മോഷ്ടിക്കൂല. അത് ആലങ്കാരികമായി ഞാൻ പറയുന്നതല്ല. ASI അടക്കമുള്ള പലരും പറയുന്നുണ്ട് ഇവരുള്ളതുകൊണ്ട് ഇവർ അമ്പലങ്ങളെ സംരക്ഷിക്കും, ചരിത്ര മോണുമെന്റുകളെ എന്തോ അല്ല ഞാൻ തന്നെ ശ്രീ KK മുഹമ്മദ് ചമ്പൽ കൊള്ളക്കാരോട് കോഓപ്പറേറ്റ് ചെയ്തുകൊണ്ട്, ആലോചിക്കണം, ചമ്പൽ കൊള്ളക്കാരോട് കോഓപ്പറേറ്റ് ചെയ്തുകൊണ്ട് അവിടുത്തെ മോണുമെന്റ്സ് സംരക്ഷിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രമുഖ ആർക്കിയോളജിസ്റ്റ് ആയ ശ്രീ KK മുഹമ്മദ് അമ്പലങ്ങളെയൊക്കെ ഒരുപാട് സംരക്ഷിക്കുന്നതാണ്. ചമ്പൽ കൊള്ളക്കാർ പോലും ആലോചിച്ച് നോക്കണം, ചമ്പൽ കൊള്ളക്കാർ പോലും അവരുടെ ഗ്രാമക്ഷേത്രങ്ങളിൽ നിന്ന് മോട്ടിക്കൂല. ദേവസ്വം ബോർഡ് മോട്ടിച്ചിരിക്കുകയാണ്. സാക്ഷാൽ കൊള്ളക്കാർ പോലും ചെയ്യാത്ത കാര്യം. നമുക്കെന്താ, നമ്മൾ അവിടെ പോകുമ്പോൾ അവിടെ ദൈവമുണ്ട്, ദേവനുണ്ട്, അത് കാണുന്നു, നമ്മുടെ വിഷമങ്ങൾ പറയാൻ പോണു, ഇങ്ങനെയൊക്കെയുള്ള വിശ്വാസത്തിലല്ലേ നമ്മൾ പോകുന്നത്. ഇനിയും അവിടെ ഇരിക്കുന്നവർക്ക് അത്രമാത്രം അയ്യപ്പനോട് ഭക്തിയില്ലായ്മയും അയ്യപ്പനോടും വിശ്വാസികളോടും പുച്ഛവും ഉണ്ടെങ്കിൽ മാത്രമല്ലേ അവിടെ നിന്ന് സ്വർണം അടിച്ചു മാറ്റാൻ കഴിയൂ. എത്രമാത്രം സിസ്റ്റമാറ്റിക് ആയിട്ടാണ് അടിച്ചു മാറ്റിയത്, എത്രമാത്രം ഘടനാപരമായിട്ടാണ് അടിച്ചു മാറ്റിയത്. അപ്പം ചമ്പൽ കൊള്ളക്കാരേക്കാൾ മോശമാണ് ദേവസ്വം ബോർഡ് എന്ന സത്യം നമ്മൾ തിരിച്ചറിയണം. 1250 ക്ഷേത്രങ്ങളുണ്ട്. ശബരിമലയിൽ നിന്ന് മോട്ടിക്കാമെങ്കിൽ എത്ര അമ്പലങ്ങളിൽ മോട്ടിച്ചു കാണും? അങ്ങനെയൊക്കെ പലതും നടക്കുന്നുവെന്നല്ലേ ഇപ്പോൾ മുരാരി ബാബുവിന്റെ തന്നെ മറ്റു ക്ഷേത്രങ്ങളിലെ ഇടപെടലുകളും ഒക്കെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുകയാണല്ലോ. അതൊക്കെ പുറത്തു വന്നിട്ടുള്ളതാണ്. അവർക്ക് ആർക്കും പേടിയില്ല. ശ്രദ്ധിച്ചോ, ഉണ്ണികൃഷ്ണ പോറ്റിക്ക് പേടിയില്ല, മുരാരി ബാബുവിന് പേടിയില്ല, ഇവർക്ക് ആർക്കും പേടിയില്ല. ഇപ്പോഴും ചിരിച്ചോണ്ടും വളരെ പ്ലസന്റ് ആയ ഒരു സംസാരിക്കുന്നത് അവരൊന്നും അല്ല, അവർക്ക് വെറും കയ്യാളുകളാണ്. അതായത് അവർ സംരക്ഷിക്കപ്പെടും, ഇതിൽ പിടിക്കപ്പെട്ടാൽ ഉന്നതരായിരിക്കും, അതുകൊണ്ട് പിടിക്കപ്പെടില്ല എന്നൊരു ആത്മവിശ്വാസമായിരിക്കും അല്ലേ?
കാര്യം പുറകെ നിൽക്കുന്നവരെ മോട്ടിച്ചത്. മുരാരി ബാബുവിനെ സസ്പെൻഡ് ചെയ്തു കൂടിപ്പോയി. അതായത് വലിയ എന്തോ കാര്യം ചെയ്ത പോലെയാണ്. മുരാരി ബാബുവിനോ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കോ തെല്ല് പോലും സംഭ്രമമില്ലാത്തത് പുറകെ നിൽക്കുന്ന വലിയ താപ്പാനകളുണ്ട് എന്ന് അവർക്കറിയാം. കാര്യം അവരുടെ കയ്യിലേക്കാ പോയത്. കമ്മീഷൻ അടക്കമുള്ള കാര്യമുണ്ട്. നമ്മൾ നേരത്തെ പിഴവ് കണ്ടെത്തിയപ്പോൾ പ്രൊമോഷൻ ആയിരുന്നു കൊടുത്തത്. പക്ഷെ അന്ന് മാധ്യമ ശ്രദ്ധയിലും പൊതുശ്രദ്ധയിലും വന്നില്ല. അല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റി വെറും ഒരു പ്യൂണാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിൽക്കാൻ കൊടുത്തുവിട്ട ആൾക്കാരാണ് വേറെ. ആ വിൽക്കാൻ കൊടുത്തുവിട്ട ആൾക്കാരെ പിടിക്കണം. ഒരു ക്ഷമയും കാണിക്കരുത്. അവര് ജയിലിൽ പോകണം. അവര് ജയിലിൽ പോകുക എന്ന് തന്നെ വേണം. അവർ അതിശക്തമായ രീതിയിൽ പണിഷ് ചെയ്യപ്പെടണം. ശ്രീ ആർ വി ബാബു, ഇവിടെ ഇതാ മറ്റ് ഈ സ്വർണം മാറ്റിയത് എപ്പോഴാണ്, അതിന്റെ കാലഘട്ടം എവിടെയും നിൽക്കട്ടെ, പക്ഷേ പ്രാഥമികമായി തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ ദ്വാരപാലക ശില്പങ്ങൾ ഇത്രയും ദിവസം കൈവശം വെച്ചു എന്നത് മാത്രം മതിയല്ലോ ഇതിൽ പിഴവുണ്ടായി എന്നത് വ്യക്തമാകാൻ. അപ്പോഴും മുഖ്യമന്ത്രി പറയുകയാണ് ഇതിലേതെങ്കിലും തരത്തിലുള്ള പിഴവ് ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്നുണ്ടായതായി അങ്ങനെ ഒരു നിഗമനത്തിലേക്കൊന്നും എത്താൻ സാധിക്കുന്നില്ല, അങ്ങനെ ഒരു നിരീക്ഷണവുമില്ല എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. മുഖ്യമന്ത്രി ഇതിൽ ഒരു ഗൂഢാലോചന ആരോപിക്കുകയാണ്. ആ ഗൂഢാലോചനയ്ക്കാണ് ഇപ്പോഴും ഗൗരവം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത്രയും സ്വർണം മോഷണം പോയതിലോ ഇത്രയും വലിയ പിഴവ് സംഭവിച്ചതിലോ ഈ ഗുരുതരമായ ക്രമക്കേടിലോ ഒന്നുമല്ല.